അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് നമുക്കിപ്പോൾ ഡയറക്റ്റ് ബസ് കളസക്കില്ല, 1 മണിക്കേ ഉള്ളൂ. ഇപ്പൊ സമയം 11 മണി ആയതേ ഉള്ളൂ. അപ്പൊ നമ്മള് എപ്പോഴും ബസ്സാണ്. അപ്പൊ നമ്മളിവിടെ ഒരു പുള്ളിക്കാരി, ഒരു ചേട്ടൻ നമ്മുടെ അടുത്ത് പറഞ്ഞു, എന്തൊക്കെയോ പറഞ്ഞു, ഒന്നും മനസ്സിലായില്ല. അവസാനം ഒരു ചേച്ചി വന്നിട്ട് ഡ്യൂനോ ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങി. എന്റെ പുള്ളിക്കാരി പറഞ്ഞു, ഈ ബസ്സിൽ കയറി കഴിഞ്ഞാൽ സ്ഥലത്തോടെ ബാലഹന്നൂർ ഇറങ്ങിയിട്ട് അവിടുന്ന് കളസ ബസ് കിട്ടുമെന്ന്. അങ്ങനെ നമുക്ക് ഈ ബസ്സിൽ കയറി പോവാം. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്ത് കേട്ടോ. ശൃംഗേരിയിൽ നിന്ന് ബെല്ലഹോണൂർ എന്ന സ്ഥലത്താണ് നമുക്ക് ഇറങ്ങേണ്ടത്. ഇവിടുന്ന് 1 hour ജേണി ഉണ്ട്. 59 രൂപ ഒരാൾക്ക്, 3 പേർ കൂടെ 177. 10 ഇല്ലേ ടിക്കറ്റ് ഒക്കെ എടുത്തു. പക്ഷെ വണ്ടി ഇപ്പോഴും വിടാൻ ഉദ്ദേശിക്കുന്നു, കാരണം വണ്ടി നിറഞ്ഞിട്ടില്ല. ഇത് വണ്ടി ഫുൾ സ്ട്രെയിറ്റ് ടു ബാംഗ്ലൂർ വണ്ടിയാട്ടോ. ഓൺ ദ വേ ആണ് നമ്മുടെ ബെന്നഹോസ്റ്റുരു ഏതോ ഒരു സ്ഥലം. ഹൗസ്ഫുൾ ആയി കേട്ടോ. കന്നഡക്കാർ ഏറ്റെടുത്തു. ഇത് നമ്മുടെ കണ്ടക്ടർ സാർ. ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ ആധാർ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ ലേഡീസിന് ടിക്കറ്റ് ഫ്രീ ആണ്. ആധാർ കാർഡ് കാണിച്ചാൽ മതി. അതാണ് ഇവിടുത്തെ സ്കീം. ആണോ എല്ലാരും നമ്മുടെ ഇപ്പുറത്ത് 2 ചേച്ചിയും മോളുണ്ട്. അവർ ആധാർ കാർഡ് കാണിക്കുമ്പോൾ ഡിസ്കൗണ്ട് ഉണ്ടെന്ന്. ആധാർ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ ലേഡീസിന് ഫ്രീ ടിക്കറ്റാണ്, പൈസ കൊടുക്കണ്ട. അതാണ് ഇവിടുത്തെ സ്കീം. പിന്നെ അത് ഫുള്ള് ലേഡീസാ. വണ്ടി പൂട്ടേണ്ട അവസ്ഥയാണ്. ആകെ ഞങ്ങൾ 3-4 ആളുകളെ ഉള്ളൂ. ഈ കാണുന്ന കേട്ടോ ശൃംഗേരി ടെമ്പിള്. നമ്മളിങ്ങോട്ട് വന്നില്ലായിരുന്നു ആക്ച്വലി. വന്നായിരുന്നു? ഓക്കെ. ഇവിടെ ഭയങ്കര തിരക്കാട്ടോ. ആൾക്കാർ തൊഴാൻ വേണ്ടി വന്നിട്ടേ. വിഷ്ണുവും ശ്രീരാജും ഫ്രണ്ടിലാട്ടോ. 2 സീറ്റ് ഫ്രണ്ടിലാ. ഹായ് ഹായ്. അനിത, അനിക്ക. ഇത് അനിക്കയുടെ അമ്മ സൗന്ദര്യക്ക് നാണോ. പേര് സൗന്ദര്യ, കന്നഡക്കാരി. ഇതേ നമ്മുടെ നടിയുണ്ട് സൗമ്യ സത്യനാരായണ. ഈ പുള്ളിക്കാരി സൗന്ദര്യ നമ്മുടെ തേന്മാവൻ കൊമ്പത്ത് കിളിച്ചുണ്ട മാമ്പഴത്തിനകത്തൊക്കെ ഉള്ള പുള്ളിക്കാരി. അടുത്ത സ്റ്റാൻഡ് എത്തി. അപ്പോഴത്തേക്ക് കുറെ പേര് കയറുന്നു. ഇത് ഏതോ ഒരു സ്റ്റാൻഡ് എത്തിയിട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ട്. ഞാൻ പൂക്കുറ്റി ഉറക്കമായിരുന്നു. അപ്പോഴത്തേക്ക് അടുത്ത സ്റ്റാൻഡ് എത്തി. ആൾക്കാരെല്ലാം ഇങ്ങനെ പോകുന്നുണ്ട്. തിരക്ക് കൂടിയപ്പോഴേ നമ്മുടെ കൂടെ സൈഡിൽ വേറെ കുട്ടി വന്നിരുന്നു കേട്ടോ. വർഷയ്ക്ക് ഭയങ്കര ഡിലേ, റെസ്പോൺസ് ഭയങ്കര ഡിലേ ആണ്. ഒന്നും സംസാരിക്കുന്നില്ല. എന്തോ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഇങ്ങനെ ഹായ് വർഷ എന്ന് പറഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് കൈകൊട്ടി കാണിച്ചു. ഏതോ ഒരു ഗ്രാമം എത്തി കേട്ടോ. ഒരു കന്നഡ ഗ്രാമം. ബസ് സ്റ്റോപ്പ് അല്ലിയായി. എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്നും മനസ്സിലാവുന്നു. ഡെക്കാൻ. ചെറിയൊരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട് ഇവിടെ. ഓട്ടോ സ്റ്റാൻഡ്. അങ്ങനെ 1 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ ബെല്ലഹണ്ണൂർ എത്താറായി. 1.2 കിലോമീറ്റേഴ്സേ ഉള്ളൂ. ബെല്ലഹണ്ണൂർ ബസ് സ്റ്റാൻഡിലെത്തി കേട്ടോ. ഭയങ്കര തിരക്കാട്ടോ. ഇവിടുന്ന് അടുത്ത വണ്ടി കയറാൻ വേണ്ടി ചിക്മംഗ്ലൂർക്കോ ബാംഗ്ലൂർക്കോ പോകാൻ വേണ്ടി ഭയങ്കര തിരക്ക്. ഇതാണ് കാണുന്ന തിരക്ക്. അപ്പോൾ നാളെ കളസയ്ക്കുള്ള ബസ് പിടിക്കണം. ബെല്ലന്നൂർ എന്നാന്ന് തോന്നും എഴുതിയേക്കുന്നത്. നമ്മളെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഭയങ്കര തിരക്കാണ് കേട്ടോ. അപ്പോൾ വിഷ്ണുവിന് വാള് വെക്കാൻ വന്നിട്ട് നമ്മൾ എന്തൊരു കുടിക്കാന്ന് വിചാരിച്ചു വന്നതാണ്. അപ്പോൾ നമ്മൾ കുറേ തപ്പിയ അവസാനം നമുക്ക് നാരങ്ങ സോഡ കിട്ടി. ഈ കട അണ്ണൻ സർബത്ത് ഒഴിക്കുന്നത് 20 രൂപ കേട്ടോ ഇതിന്. അണ്ണനോട് നമ്മൾ ബസ്സിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചു. ബസ്സിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ ഈ ബസ് ഇപ്പം എടുക്കും, ഡയറക്റ്റ് സംശയം പോകാൻ വേണ്ടി. പക്ഷേ ഇത് റഷാണ്. വേറൊരു ബസ്സുണ്ട്, അത് 1:45 എടുക്കുക. അപ്പോൾ നമുക്ക് ഏതിന് പോകണമെന്ന് നമുക്ക് തീരുമാനിക്കാം. നമ്മുടെ സോഡ സർബത്ത് കൈ കിട്ടി കേട്ടോ. 20 രൂപ വർത്ത്. ഇമാതിരി പ്രശ്നം കേട്ടോ. കുറച്ച് കുടിച്ചിട്ട് വീണ്ടും കഴിച്ചു. നമ്മുടെ സ്ട്രോ പൊങ്ങി ഇങ്ങനെ വരുന്നുണ്ടോ. വിഷ്ണു ലിംക കുടിച്ചു. ലിംക കളഞ്ഞോ? അപ്പൊ ഇവിടുന്ന് 44 കിലോമീറ്റർ, 1.25 മണിക്കൂർ യാത്രയാണ് സംസയ്ക്ക്. നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്താൽ കളസയ്ക്ക് പോകാൻ വേണ്ടിയാണ്. പക്ഷെ കളസ 36 കിലോമീറ്ററും സംസ ആണോ നല്ലല്ലേ, അല്ലെങ്കിൽ നനഞ്ഞു പോകത്തില്ലേ. നമ്മുടെ ഷോപ്പിലാണെന്ന് കുറച്ച് മലയാളമൊക്കെ അറിയാം. അപ്പം അണ്ണൻ പറഞ്ഞു റഷ് ഉണ്ടോന്നൊക്കെ തിരക്കാൻ. അങ്ങനെ ഒരു 1/4 മണിക്കൂർ 1 മണിക്കൂർ യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ കളസ എത്തി കേട്ടോ. കളസ, ഇതാണ് കളസ പട്ടണം. നമ്മൾ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ടായിരുന്നു കയറണമെന്ന് വിചാരിച്ചു. പക്ഷെ നമുക്ക് സൂഫ്രംസോന്റെ പരസ്യമല്ലേ കാണുന്നത്. ഇത് അടി പൂക്കുറ്റി ധ്യാൻ സിനിമസ് ടീം. അപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടെ പോകണം സംശയിക്ക്. ഒരു 16 കിലോമീറ്റേഴ്സ് മോർ. അങ്ങനെ കളസ ഗ്രാമം. കളസ അത്യാവശ്യം വലിയ ടൗൺ ആട്ടോ. വലിയ ടൗണാണ്. കടിയറുംകൊണ്ട പോരുന്നോ വേട്ടയ്ക്കായി
ശ്രീരാജ് വാള് വെക്കാൻ വേണ്ടി സൈഡ് സീറ്റ് ചൂസ് ചെയ്തു. ഞാൻ പറഞ്ഞു ടൗൺ ആയതുകൊണ്ട് ഇവിടെ വാള് വെക്കരുത്. പോയോ കടയിറങ്ങുമ്പോ ചേച്ചിയോട് ചേച്ചിയോട് വാള് വരായിരിക്കും വേണ്ടി പാട്ട് പാടിയത്. ആണോ സൈഡ് സീറ്റ് ഇട്ടിട്ടുണ്ടായിരിക്കും, അറിയില്ല, അതിന്റെ ആയിരിക്കും. കുറെ നേരം ഹോൾട്ട് ആയിട്ടോ കളസയില്. ഇപ്പോഴാണ് ഈ ഒരു വെറൈറ്റി ബൈക്ക് കണ്ടിട്ടോ. ഇത് മറ്റേ വിക്രാന്തിന്റെ INS വിക്രാന്ത് ഇല്ല, അതിന്റെ മെറ്റൽ ഉപയോഗിച്ച് അതിന്റെ ഈ ബൈക്ക് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ശ്രീരാജ് ഗാരു പറഞ്ഞത്. പക്ഷേ ഈ വണ്ടി അത്ര വിറ്റ് പോയില്ല. അത്യാവശ്യം നല്ല ലുക്കൊക്കെ ഉള്ള വണ്ടിയാണ്. അപ്പൊ നമ്മുടെ വിഷ്ണു ഫ്രണ്ട് ഇരിപ്പുണ്ട്. വിഷ്ണുവിന് വാള് വെക്കാൻ വരുന്ന പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഇറങ്ങി വാള് വെച്ചിട്ട് വരാം. പക്ഷെ അപ്പോഴത്തേക്ക് ഇവിടെ ഹൗസ്ഫുൾ ആയിട്ടോ. ഫുള്ള് വണ്ടിയിൽ ഫുള്ള് ആൾക്കാർ. നമ്മള് പാട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പാടാന്. അതാ കാടേറുംകൊമ്പ ശ്രീരാജ് ഗാരു ഇവിടുന്ന് കാടേറുംകൊമ്പ പാടി വാളിനെ തോപ്പിച്ചു. എനിക്ക് പാട്ട് പറയാത്തത് ഞാൻ ഫുൾ വാള് വെച്ചു. പോകുന്ന വഴി കേട്ടോ കുറെ തേയിലത്തോട്ടൊക്കെ. വയനാട് എത്തിയ പോലെ ഫീലിംഗ്. വയനാട് മൂന്നാർ സംശയ എത്താറായോ എന്തോ. സംശയക്കടുത്ത് കുറെ തേയിലത്തോട്ടം ഒന്നും കേട്ടോ. ഇതാണ് സംശയപട്ടണം. സംശയ്ക്ക് അത്യാവശ്യം വലിയൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ.